അപ്പോൾ ഞാനിന്നേ പറയാൻ വരുന്നത് പിന്നെ സുന്ദരിയെക്കുറിച്ചല്ല. സുന്ദരി ഉണ്ടോ ഇപ്പം ഒന്ന് പിന്നെ സുന്ദരി ഇപ്പോൾ ഇവിടെ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇരുന്നാൽ മതി. അടങ്ങിയിരിക്കുമോ? ഇല്ലേ? പോവാം. അപ്പോൾ ഞാൻ പൂച്ചയെക്കുറിച്ചൊന്നും പറയാൻ വന്നതല്ല. ഇനി ഞാൻ പറയാൻ വന്നത് എൻ്റെ അപ്പച്ചനെ കുറിച്ചിട്ടാണ്. എൻ്റെ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു 90-ാമത്തെ വയസ്സിലാണ് എൻ്റെ അപ്പച്ചൻ മരിക്കുന്നത്. അപ്പം അപ്പച്ചൻ മരിക്കുന്നിടം വരെ ഞാൻ അപ്പച്ചനൊരു മരുന്ന് കഴിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ചനെ കുഴമ്പൊക്കെ തേച്ചിട്ട് അപ്പച്ചനെ ഇങ്ങനെ പിന്നെ കുളിക്കും, വൈകുന്നേരം കുളിക്കും. അപ്പം 30 വർഷമായി എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട്. അപ്പോൾ നമുക്ക് 3 തലമുറയോളം നമ്മൾ കണ്ടു വളർന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ അപ്പച്ചൻ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്പച്ചൻ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പച്ചൻ കൃഷി ചെയ്യുന്നത് നമുക്ക് ഇന്ന് മൊബൈൽ സൗകര്യമുണ്ട്, അന്നതില്ല. അന്ന് ഫോട്ടോകളൊക്കെ എടുക്കുന്നു. ആ ഫോട്ടോകളൊക്കെ നമുക്ക് അല്പത്തിൽ നിന്ന് പോവുകയും ചെയ്യും. ഫോട്ടോയാണല്ലോ. അപ്പം നിങ്ങളെ കാണിച്ചു തരാനില്ല, പക്ഷെങ്കിൽ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. നല്ലോണം പശുവിനെ വളർത്തുമായിരുന്നു. പശു, ആട്, കോഴി, താറാവ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാഷ്ടം നല്ലവണ്ണം പൊടിച്ച് ഈ കുണ്ടളപ്പുഴുവിനെയൊക്കെ എടുത്ത് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ കുണ്ടളപ്പുഴു നമ്മൾ കോഴിക്കിട്ട് കൊടുക്കും. നല്ല വെളുത്തിട്ട് നല്ല രസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ കോഴിയെ തിന്നത്. ഈ കുണ്ടളപ്പുഴു ഇങ്ങനെ കോഴി ഇങ്ങനെ വിഴുങ്ങുന്നു, താറാവ് ഇങ്ങനെ വിഴുങ്ങുന്നതൊക്കെ കണ്ടിട്ടാണ് അന്നും മുതൽ ഞാൻ ഈ കോഴിയും താറാവിനെയും കഴിക്കത്തില്ല. പക്ഷെ ആ ഒരു കപ്പയൊക്കെ അപ്പച്ചൻ പറിക്കുന്ന കണ്ട് ഒരു 4-5 പേര് പറിച്ചാൽ പറിക്കാൻ പറ്റില്ല. അതേപോലെ ആയിരിക്കും കപ്പയുടെയൊക്കെ വണ്ണമൊക്കെ ഒന്ന് കാണാത്ത. ആ എരുമയ്ക്കൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കുന്നതൊക്കെ കാണണം. അപ്പോൾ കപ്പ ഇങ്ങനെ അറിഞ്ഞിട്ടിട്ട് വള്ളിക്കൊട്ടയിൽ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ കൊടുക്കും. ഞാൻ ഇന്നിപ്പോൾ ഓർക്കുന്ന അപ്പച്ചൻ എന്ത് കഷ്ടപ്പെട്ടിട്ട് കൃഷി ചെയ്യുന്ന സംഭവമായിരിക്കുമല്ലേ. എന്നാലും അപ്പച്ചൻ ഒരക്ഷരവും മിണ്ടാറില്ല. ഇങ്ങനെ സൈലൻ്റായിട്ടുള്ളൊരപ്പച്ചൻ. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സൈലൻ്റാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരപ്പച്ചനാണ്. പിന്നെ ചേമ്പായാലും പിന്നെ ഒരു ചെറുകിഴങ്ങുണ്ട്. എന്ത് രുചിയായിരുന്നെന്നറിയാമോ. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഭയങ്കര രുചിയിലാണ് ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ചേനയൊക്കെ നമുക്ക് പറിക്കുന്ന കാണാം. ഒരു ചേനയൊക്കെ എത്ര കിലോയാണെന്നൊന്നും നമുക്ക് പറയും. ഇന്ന് അങ്ങനത്തെ ചേനയൊന്നും ഞാൻ ഇവിടെ നിന്ന് കടകളിലോ ഒന്നും കാണുന്നില്ല. ചേന കണ്ടിട്ടില്ല. ആരുടെയും കൃഷി ചെയ്തിട്ട് അങ്ങനെ പറിച്ച് വെക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പുറത്തുനിന്നൊരു വളം മേടിച്ചിടാതാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. പിന്നെ ഒരു വളവും ഏത് സമയവും കൃഷിത്തോട്ടത്തിൽ അല്ലെങ്കിൽ പശുവിൻ്റെ പുറകിലാകണമെങ്കിൽ ഇതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോൾ വിൽക്കാനൊന്നുമല്ല. അപ്പോൾ പിന്നെ എന്നെ വലിപ്പത്തിലാണ് ഈ ചേനയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതെന്ന് കാണുമ്പോഴാണ് ഒരു വലിയൊരു കലമൊക്കെ നിറച്ചും കാണും. ഇതൊക്കെ ഒരു ചേന വെട്ടി പുഴുങ്ങിയാൽ. അപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനെ കാണണ്ടേ. എൻ്റെ അപ്പച്ചനെ കുറിച്ച് ഒരു വാക്കുകൂടി പറയാം. എൻ്റെ അപ്പച്ചൻ ഇതാണ്. എൻ്റെ അപ്പച്ചൻ കണ്ടില്ലേ. അപ്പച്ചനെ ഇട്ടേക്കുന്ന ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജുബ്ബയാണ്. അപ്പച്ചൻ ഷർട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ചൻ്റെ മോൻ അന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നല്ല വെള്ള തുണിയല്ലേ, അപ്പം അതിൻ്റെ ജുബ്ബയാണ് ഒക്കെ ഇട്ട് ബെദുസ്തൊക്കെ പിടിച്ച് പള്ളിയിലൊരു പോക്കൊക്കെ ഉണ്ട് അപ്പച്ചൻ. പക്ഷേ അപ്പച്ചനെ കുറിച്ച് പള്ളിയുടെ കാര്യം പറയുകയാണെങ്കിലോ, പള്ളിയില്ല ഇതുപോലെ ദൈവവിശ്വാസമുള്ളൊരു അപ്പച്ചന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനിയും ആരെങ്കിലും വെല്ലുവിളിച്ചെൻ്റെ മുന്നിൽ വന്നാൽ വരാൻ യോഗ്യത ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അത്രയ്ക്കും ദൈവവിശ്വാസമുള്ളൊരു അപ്പച്ചനായിരുന്നു. സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങളെയൊക്കെ ഇരുത്തി പാട്ടും പ്രാർത്ഥനയൊക്കെ അപ്പച്ചൻ്റെ. പക്ഷേ അപ്പച്ചൻ ഒരു കള്ളം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല.
അപ്പച്ചൻ അന്യൻ്റെ മുതലും ആഗ്രഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അന്യൻ്റെ ഒരു മുതലും മക്കളോട് പോലും പിന്നെ വേണം എന്ന് പറയുന്ന അപ്പച്ചൻ കണ്ടിട്ടില്ല. അധ്വാനിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പച്ചൻ്റെ കൊച്ചു മകളായിട്ട് ജനിച്ചതിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്നു. ഞാനൊരു ഭാഗ്യവതിയാണ്. അങ്ങനെ ഒരു മനുഷ്യന്മാരെ ഞാൻ ഈ ലോകത്തും ഭൂലോകത്തും ഉണ്ടോ? അവരുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അത്രയും യോഗ്യത വേണം വന്ന് നിൽക്കണമെങ്കിൽ. അത്രയ്ക്കും ഇതായിരുന്നു. അതാണ് എൻ്റെ അപ്പച്ചനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ ഇന്നും മരിച്ചു പോയെങ്കിലും എനിക്ക് 17-18 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയി എൻ്റെ അപ്പച്ചൻ. ഇന്നും അപ്പച്ചൻ ഇന്നും കൂടുണ്ട്. ഇന്നും എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുപോലുള്ള ആൾക്കാരെ എനിക്ക് ഈ ലോകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ പിള്ളേർ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ, മാതാപിതാക്കൾ നമ്മുടെ പിള്ളേർക്ക് വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞാൽ. അടുത്തത് എൻ്റെ അപ്പച്ചൻ്റെ ഒരു പാട്ടുമായിട്ട്